ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് സംസാരിക്കാം. കമോൺ ഗൈസ്, ലെറ്റ്സ് ടോക്ക്. അപ്പോഴേ ഞാൻ കഴിഞ്ഞ വർഷം കുറേ മോട്ടിവേഷനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് തന്നെ മോട്ടിവേഷൻ കൊടുക്കുന്നത് കൊണ്ടും പുറത്തോട്ട് കൊടുക്കാനുള്ള മോട്ടിവേഷൻ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടും ഞാൻ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചതാണ് ഗൈസ്. പിന്നെ ഞാൻ മോട്ടിവേഷൻ കൊടുത്തിട്ട് ആരും നന്നാവേണ്ട ആവശ്യമില്ല, ഞാൻ തന്നെ നന്നാവുന്നില്ല, പിന്നെ എങ്ങനെയാണ് ബാക്കിയുള്ളവർ നന്നാവുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ മോട്ടിവേഷൻ കൊടുക്കാത്തതാണ് ഗൈസ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇന്ന് നമ്മുടെ പുതുവർഷമായിട്ട് ഞാൻ ആദ്യമായിട്ട് കുറച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചതാണ് ഗൈസ്. പിന്നെ ഇന്ന് നമുക്ക് അവധിയും കൂടെയാണ്, വർക്ക് പ്രഷർ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി മകരപ്പൊങ്കൽ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് മാനിഫെസ്റ്റേഷൻ വീഡിയോ ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. നിങ്ങളെ കണ്ടു കാണുമെന്ന്. ഞാൻ കുറേ വീഡിയോ കണ്ടിട്ട് 12 മുന്തിരിങ്ങ എടുത്ത് മാനിഫെസ്റ്റേഷൻ ചെയ്ത് ഈ വർഷം ഇപ്പോൾ നടക്കുമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കഴിച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അറിയില്ല എന്തൊക്കെ നടക്കുമെന്ന്. എന്നാലും ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത് വെച്ച് കുറേ 3-4 കാര്യങ്ങളുണ്ട്. അപ്പം അത് ഞാൻ ഇപ്പോൾ പറഞ്ഞ് ഇവിടെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്ത വർഷം എനിക്ക് ഈ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ അതിൽ ഏതൊക്കെ നടന്നിട്ടുണ്ട് എന്നെനിക്ക് അറിയാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഈ വീഡിയോ എടുത്ത് ഇവിടെ പോസ്റ്റ് ചെയ്തിടാം. നിങ്ങൾക്ക് എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ഈ വർഷം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതെന്ന് താല്പര്യമുണ്ടെങ്കിൽ അത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലിടാം. മേ ബി നമുക്ക് അടുത്ത വർഷം ഒരുമിച്ച് നോക്കാം നിങ്ങളുടെ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു, എൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു എന്ന്. ചിലർക്ക് പറയാൻ താല്പര്യമില്ലായിരിക്കും. ഓക്കെ, അവർക്ക് വേണമെങ്കിൽ പേഴ്സണലായിട്ട് DM ചെയ്തിട്ടേക്കാം. ഞാനത് വായിച്ചിട്ട് നമുക്ക് അടുത്ത വർഷം നമുക്ക് ഒരുമിച്ച് നോക്കാം അതൊക്കെ നടന്നിട്ടുണ്ടോ ഇല്ലേന്ന്. അപ്പം ഞാൻ ഇന്ന് വരെ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പിന് പോയിട്ടില്ല ഗൈസ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് മാനിഫെസ്റ്റേഷൻ വരുമ്പോൾ തന്നെ ഈ വർഷം എനിക്കൊരു 1-2 ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അറിയില്ല നടക്കും എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും രണ്ടാമത്തെ കാര്യം എനിക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം, അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷേ ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ അത് നമ്മൾ മാത്രം വിചാരിച്ച പോരാ. അക്കോർഡിംഗ് ടു സിറ്റുവേഷൻ, വർക്ക് പ്രഷർ, അങ്ങനെ ഓരോ കാര്യങ്ങളാണ്. എന്നാലും മോസ്റ്റ് ഓഫ് ദ ടൈം എനിക്ക് ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ ഒരുപാട് ഫുഡ് കഴിക്കണം. അതിൽ എസ്പെഷ്യലായിട്ട് പലതരത്തിലുള്ള മന്തികൾ. പിന്നെ ഞാൻ കൂടുതലും നോൺ വെജാണ്. പിന്നെ ഓരോരോ സ്ഥലങ്ങളിൽ പോയി ഫുഡ് കഴിക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഓൾറെഡി 2 ആഴ്ച കഴിഞ്ഞു. ഇന്നിപ്പം 15-ാം തീയതിയല്ലേ. അപ്പോൾ ഓൾറെഡി 2 ആഴ്ച കഴിഞ്ഞു. ഇതിൽ തന്നെ ഒരു 3-4 സ്ഥലത്ത് പോയി ഞാൻ ഓൾറെഡി കഴിച്ചിട്ടുണ്ട്. പല ഐറ്റംസും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പം ഇനിയും ഈ വർഷം ഫുള്ള് എനിക്ക് തിന്നാൻ ഒരുപാട് കിട്ടണം. പക്ഷേ ഒരുപാട് നമ്മളങ്ങ് ഫാറ്റ് ആവാനും പാടില്ല. അങ്ങനെ ഒരു ചെറിയൊരു കൺസെപ്റ്റ് ഉണ്ട്. എന്നാലും ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. എന്നാലും എനിക്ക് ഒരുപാട് തിന്നുന്നതിനോട് ഭയങ്കര താല്പര്യമാണ്, അതും നോൺ വെജ് ഐറ്റംസ്. പിന്നെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സുകൾ, ഒരുപാട് ഡ്രസ്സുകൾ വാങ്ങിക്കൂട്ടണം, ഒരുപാട് മോഡലുകൾ ഡ്രസ്സുകൾ ഇടണം, അങ്ങനെയുണ്ട്. പിന്നെ ഫിനാൻഷ്യലി തെണ്ടിക്കരുത്, ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഒരുപാട് വേണമെന്നൊന്നും ഞാൻ പറയത്തില്ല, തെണ്ടിക്കരുത്. അത്യാവശ്യം നമുക്ക് ചിലവാക്കാനുള്ള പൈസ നമ്മുടെ കയ്യിൽ കാണണം, അങ്ങനെ ഒരെണ്ണമുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ 4 മാനിഫെസ്റ്റ് 4-5 ആയതായി. പിന്നെയെന്ന് വെച്ചാൽ വേറെ ഞാനുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ വേറെ ആർക്കും ഒരു ദുഃഖം അങ്ങനെ ഒരു ഇത് വരരുത്. നമ്മുടെ ഫാമിലിയിലായാലും അങ്ങനെ ദുഃഖം വരരുത്. ഓൾമോസ്റ്റ് എല്ലാവരും ഹാപ്പി ആയിരിക്കണം എന്നൊരു ഇതുണ്ട്. അത് എല്ലാവരും അവരവർ വിചാരിച്ചാലേ നടക്കത്തുള്ളൂ. പിന്നെ പുതിയ ആൾക്കാരെ പരിചയപ്പെടണം. പിന്നെ അവരുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പായിരിക്കണം, നല്ല നല്ല ഫ്രണ്ട്സിനെ കിട്ടണം. നമ്മൾ ഓരോരുത്തരെ കാണുന്നത് ഓരോരോ റീസണിനായിരിക്കും. അതിപ്പോൾ ദൈവത്തിൻ്റെതായിട്ടായിരിക്കും. ചിലപ്പോൾ ദൈവം പറയും ഇന്ന ആളെ കണ്ടുകൊടുക്കാം. ചിലപ്പോൾ കുരിശികളായിരിക്കും, വള്ളികളായിരിക്കും. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. പിന്നെ വേറൊരു റിസൊല്യൂഷൻ എന്ന് എടുത്തിട്ടുള്ള കടം കൊടുക്കുക എന്നൊരു സംഭവം ഉണ്ടാണല്ലോ. നമ്മൾ ആർക്കെങ്കിലും കടം കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാലത്തും അത് കിട്ടാൻ പോകുന്നില്ല. കൊടുത്തു കഴിഞ്ഞാലും നമ്മൾ പിന്നെ അവരുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ അവർ ബിഹേവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെന്തോ തരാനുള്ള കണക്കാണ് അവർ ബിഹേവ് ചെയ്യുക. നമ്മൾ അവർക്കെന്തോ കൊടുക്കാനുള്ള പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കടം കൊടുപ്പ് എന്നൊരു പരിപാടി നിർത്തണം. പിന്നെ അങ്ങനെ 3-4 കാര്യങ്ങൾ ഞാൻ മനസ്സിൽ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. അതിലെന്തായാലും മെയിനായിട്ട് 1-2 മാനിഫെസ്റ്റേഷൻസ് ഉള്ളത് ഞാൻ പറഞ്ഞു. പിന്നെ iPhone 18 Pro Max സെപ്റ്റംബറിലെങ്ങനെ വരും എന്നുണ്ടെങ്കിൽ അതൊരെണ്ണം എടുക്കണം എന്നുണ്ട്. പക്ഷെ തൽക്കാലം അത് ഇതിലില്ല, എൻ്റെ വിഷ് ലിസ്റ്റിലില്ല. എന്നാലും സാമ്പത്തികം അനുവദിക്കുകയാണെങ്കിൽ എനിക്കൊരു ഐഫോണും കൂടെ എടുക്കണം എന്നൊരു താല്പര്യമുണ്ട്. ഓക്കെ, അത് മിക്കവാറും നടക്കത്തില്ല. ഓക്കെ, എന്നാലും അത് നമ്മുടെ മാനിഫെസ്റ്റേഷനിൽ വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ അല്ലല്ലോ, ഇപ്പം 3-4-5 ആയി. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലുള്ള 3-4 സ്ഥലങ്ങളിൽ പോകണം എന്നെനിക്കുണ്ട്. പ്രത്യേകിച്ച് അതിൽ പറയുവാണെങ്കിൽ വയനാട്ടിലെ മറ്റേ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടല്ലോ, അവിടെ എനിക്കൊന്ന് പോകണം എന്നൊരു താല്പര്യമുണ്ട്.
അത് നടക്കുമെന്നറിയില്ല. മേ ബി നടക്കാനും ചാൻസ് ഉണ്ട്, നടക്കാതിരിക്കാനും ചാൻസ് ഉണ്ട്. പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹിമാലയം അവിടെ പോകണമെന്നൊക്കെ ഉണ്ട്, നടക്കുമെന്നറിയില്ല. അത് ഇന്ത്യയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ മഞ്ഞ് വീഴുന്നത് കാണാനും അതൊക്കെ എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യങ്ങളല്ലേ. അതുപോലെ എനിക്ക് മഞ്ഞ് വീഴുന്നത് കാണാനും മഞ്ഞിങ്ങനെ കയ്യിൽ വാരിയെടുക്കാനും അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അതുപോലെ തന്നെ പിന്നെ അത് ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും പിന്നെ നാഗാലാൻഡിലേക്ക് ആൾക്കാർ പോകുന്ന വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നാഗാലാൻഡ്, മിസോറാം, സപ്തസുന്ദരി ആ ഏരിയയിലോട്ടൊക്കെ ഒന്ന് പോകണമെന്നൊക്കെ ഉണ്ട്. അതും ഈ വർഷം നടക്കുമെന്ന് എനിക്കറിയത്തില്ല, ഫുൾ അപ്പോൾ ട്രിപ്പായി പോവും. പക്ഷേ അവിടേക്ക് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാലും ഏതെങ്കിലുമൊക്കെ ട്രിപ്പ് നടക്കണമല്ലോ. ഒരു 2 ഇൻ്റർനാഷണൽ ട്രിപ്പും 2 ഡൊമസ്റ്റിക് ട്രിപ്പും അത് വേണ്ട, അല്ലെങ്കിൽ കൊടുക്കും. ഡൊമസ്റ്റിക് ട്രിപ്പ് നടക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല, ബട്ട് ഇൻ്റർനാഷണൽ ട്രിപ്പ് എന്തായാലും നടക്കണം എന്നാണ്, അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും നടക്കണം എന്നാണ്. അതിൽ എൻ്റെ ഓപ്ഷൻസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ ഓൾവേസ് വിൽ ബി നിങ്ങളൊക്കെ പോലെ തന്നെ സാധാ മനുഷ്യൻ്റെ എപ്പോഴും ഫസ്റ്റ് ഓപ്ഷൻ ഏതായിരിക്കും? തായ്ലൻഡ് തന്നെയാണ്. അപ്പോൾ തായ്ലൻഡാണ് എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ 2-3 സ്ഥലങ്ങളുണ്ട്. അതായത് വിയറ്റ്നാം ഉണ്ട്, പിന്നെ ദുബായ് ഉണ്ട്, പിന്നെ ദുബായും വിയറ്റ്നാമും പിന്നെ ഏതൊരു സ്ഥലം കൂടി ഉണ്ടായിരുന്നു, മലേഷ്യ ഓർ സിംഗപ്പൂർ. പിന്നെ പറയുകയാണെങ്കിൽ മാൽദീവ്സ്. ഇതൊക്കെ ഇച്ചിരി കോസ്റ്റ്ലിയാണ്, എന്നാലും ഇതിലേതെങ്കിലും ഒരു സ്ഥലം ഞാൻ സെലക്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതെല്ലാം എന്താണ്, ഗോഡ് അനുവദിക്കുകയാണെങ്കിൽ, മാനിഫെസ്റ്റേഷൻ ചെയ്ത കാര്യങ്ങളാണ്, ഗോഡ് അനുവദിക്കുകയാണെങ്കിൽ ഇതെല്ലാം നടക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ വേറെന്താണ് ഗൈസ്, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? പിന്നെ ഞാൻ എൻ്റെ മോട്ടിവേഷൻ ഞാൻ തന്നെ എന്താണ് കെട്ടിപ്പഴക്കി പൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം മോട്ടിവേഷൻ എന്നിൽ പോലും ഫലിക്കുന്നില്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾ ഫലിക്കുക? എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആവുന്നുണ്ട്. ബട്ട് അതൊക്കെ ഞാൻ തന്നെ മറ്റേ പണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ കണക്ക് അങ്ങേര് ഷുഗർ തിന്നുമായിരുന്നു, പിന്നെയാണ് അങ്ങേര് ഷുഗർ കട്ട് ആക്കിയിട്ടാണ് പിന്നെ ഏതോ പയ്യനെ ഉപദേശിച്ചത് എന്ന് പറയത്തില്ലേ, അതുപോലെ തന്നെ